വിവാദത്തിൽ ശശി തരൂരിനെ പൂർണ്ണമായി തള്ളി കോൺഗ്രസ് ഹൈക്കമാൻഡ്. ശശി തരൂരിന്റെ അഭിപ്രായം വ്യക്തിപരമെന്നും പാർട്ടിയുടെ നിലപാടുമായി ബന്ധമില്ലെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ശരത് ലാൽ ആണ് ചേരുന്നത്. ശരത് ലാൽ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം തരൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഹൈക്കമാൻഡും നിലപാട് വ്യക്തമാക്കുകയാണ്. തരൂർ ഇതിൽ എത്രമാത്രമാകും പ്രതിരോധത്തിലാകുക? ജയറാം രമേശ് എന്താണ് പറയുന്നത്? AICC ജനറൽ സെക്രട്ടറി കൂടിയായ ജയറാം രമേശ് വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടികളുടെ അഭിപ്രായം പറയാം, പക്ഷെ ആ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ല. ശശി തരൂരിൻ്റെത് വ്യക്തിപരമായ അഭിപ്രായമാണ് പാർട്ടി കണക്കാക്കുന്നത്. ഈ അഭിപ്രായങ്ങൾക്ക് പാർട്ടിയുടെ നയങ്ങളുമായിട്ടോ അല്ലെ പാർട്ടിയുടെ തീരുമാനങ്ങളുമായിട്ടോ യാതൊരു ബന്ധമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് സംബന്ധിച്ച് താൻ ചെയ്ത ട്വീറ്റും അദ്ദേഹം നമുക്ക് പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സൂചന എന്നാൽ ശശി തരൂരിന് ഹൈക്കമാൻഡിൽ യാതൊരുവിധ പിന്തുണയും ശശി തരൂരിന് ഹൈക്കമാൻഡിനില്ല. പൂർണ്ണമായി ഹൈക്കമാൻഡ് ശശി തരൂരിനെ കൈയൊഴിയുന്നു എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കുന്നത്. കാരണം ഹൈക്കമാൻഡിനെ കഴിഞ്ഞ ബജറ്റ് ചർച്ചയിൽ പോലും ഹൈക്കമാൻഡ് പാർലമെന്റിൽ ശശി തരൂരിനെ ഉയർത്തിക്കാട്ടിയിരുന്നില്ല. അത് മാത്രമല്ല, ട്രംപ് മോഡി കൂടിക്കാഴ്ചയെ അനുകൂലിച്ചുകൊണ്ട് ശശി തരൂർ നടത്തിയ പ്രസ്താവനയും ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഡൽഹിയിൽ ശശി തരൂരിനെ കുറിച്ചുള്ള ശശി തരൂരിന്റെ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്ന് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ജയറാം രമേശ് പോലുള്ള ഒരു ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയും ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ നിലപാടാണുള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ മുഖ്യ ശത്രു CPM ആണ്. CPM-ന് ഗുണമാവുന്ന ഒരു നിലപാടുകളും കോൺഗ്രസിലെ നേതാക്കൾ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ജയറാം രമേശിന്റെ നിലപാട്. ഇത് തന്നെയാണ് മോഡിയുടെയും നരേന്ദ്രമോദിയുടെ കാര്യത്തിലും. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരെ അനുകൂലമായ നിലപാടെടുക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് യോജിച്ചതല്ല എന്ന നിലപാടാണ് ജയറാം രമേശ് ആവർത്തിച്ചത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ശശി തരൂരിനെതിരെ നടപടി വരും, അല്ലെങ്കിൽ ശശി തരൂരിനോട് ഓർത്തഡോക്സ് സമിതിയിൽ നിന്ന് ശശി തരൂരിന് സ്വയം ഒഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് സംജാതമാകും എന്ന് നമുക്ക് പറയേണ്ടി വരും. ശശി തരൂരിന്റെ ഈ പ്രസ്താവന കരുതിക്കൂട്ടിയുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് AICC നേതൃത്വം കണക്കാക്കുന്നത്. അനവസരത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ ഒരു പ്രസംഗത്തിൽ വന്നതല്ല, ഇത് ഒരു ലേഖനത്തിൽ എഴുതിയതാണ്. സ്വാഭാവികമായിട്ടും ശശി തരൂർ ഉറച്ച നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ലേഖനം എഴുതിയത്. അതിനെ വരുമായുള്ളൊക്കെ നോക്കിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം ലേഖനം എഴുതിയത് എന്നാണ് ജയറാം രമേശിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ശശി തരൂർ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് ശശി തരൂരാണ് വ്യക്തമാക്കേണ്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ശശി തരൂരിനെ ഹൈക്കമാൻഡിൽ യാതൊരു പിന്തുണയും ഇപ്പോൾ നിലവില്ല. ശരി ശരത് ലാൽ, എന്തായാലും തരൂരിനെതിരെ ഹൈക്കമാൻഡ് കൂടി വന്നിരിക്കുകയാണ് രംഗത്ത്. ഇനി തരൂർ ഇക്കാര്യത്തിൽ വളരെയധികം രീതിയിൽ പ്രതിരോധത്തിൽ ആകും എന്നുള്ളതാണ് തരൂരിന്റെ തുടർന്നുള്ള മറുപടികളൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.